ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും കേട്ട ഒരു വാർത്തയാണ്, ഈ അധ്യയന വർഷം മുതൽ ആഴ്ചയിൽ ഒരു ദിവസം സ്കൂളുകളിലൊക്കെ സൂംബ ഡാൻസ് കൊണ്ടുവരുന്നു എന്നത്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഇത് നല്ലൊരു പ്രവർത്തനമാണ് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ. കുറേ ആളുകൾ ഇതിനെ എതിർത്തും അനുകൂലിച്ചും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, സൂംബ ഡാൻസ് എന്താണ്, എന്തൊക്കെയാണ് ഇത് കൊണ്ടുവന്നുള്ള ഗുണങ്ങൾ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്നാൽ ചില സംഘടനകളൊക്കെ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നത് കേട്ടു. അവരൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എതിർക്കുന്നത് നമുക്കറിയില്ല. ഞാനൊരു പ്രത്യേക പാർട്ടിയിലോ സംഘടനയിലോ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സൂംബ കാണാത്തതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. കാരണം സംഗീതത്തിനൊപ്പമുള്ള ചുവടുവെപ്പാണല്ലോ. അപ്പോൾ അത് എത്ര സമയം ചെയ്താലും കുട്ടികൾക്ക് മതി വരില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് സമയം കളിക്കും. അതുപോലെ തന്നെയാണ് സ്കൂൾ ടു വന്നാൽ ഇഷ്ടം പോലെ സമയം കളിക്കും. അടുത്തുള്ള വീടുകളിലെ കുട്ടികളുമായിട്ട് ഒരുപാട് സമയം കളിക്കും. കുളിക്കാൻ പോവും, പുഴയിൽ നീന്താൻ പോവും. അങ്ങനെ ഒരുപാട് വ്യായാമങ്ങൾ നമുക്കൊക്കെ ലഭിച്ചിരുന്നു. എന്നാൽ ഈ മാറിയ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കുട്ടികൾ സ്കൂൾ പോകുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ, സ്കൂൾ ടു വന്നാൽ ഒന്നുകിൽ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ ഗെയിം കളിക്കുക. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം, ഭക്ഷണ രീതിയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെ പണ്ട് കാലത്ത് ഭക്ഷണ രീതികളൊന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികൾ കഴിക്കുന്നു. ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നു. തീരെ വ്യായാമം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല, കളിക്കാൻ പോകുന്നില്ല, പുറത്ത് പോകുന്നില്ല. ഏത് സമയം അവർ വീടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം സ്കൂളിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് നമുക്കറിയാം, കൗമാരപ്രായത്തിലെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് മെൻസസ് സംബന്ധമായ പ്രശ്നങ്ങൾ, PCOD, കാരണം വ്യായാമക്കുറവ് ആണ് ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ ഇതിനുള്ള ഒരു കാരണമാണ് കേട്ടോ. പോയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇഷ്ടം പോലെ എവിടെ തിരഞ്ഞാലും ഇതുപോലെ സൂംബ ഡാൻസിൻ്റെ സെൻറ്ററുകളാണ് അവിടെയൊക്കെ കാണാം. അവിടെയൊക്കെ 90 വയസ്സായ അമ്മച്ചിമാർ വരെ സൈക്കിൾ ചവിട്ടിയിട്ടാണ് ജോലിക്ക് പോവുക. ഇപ്പം നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാലോ, സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആർക്കും ഒരു വ്യായാമമല്ല. ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിന് വളരെ നല്ല ഒന്നാണ് കേട്ടോ ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മക്കളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ വ്യായാമം അല്ലെങ്കിൽ സുംബ ഡാൻസ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരുപാട് ആളുകൾ അഭിപ്രായങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതിനെ അനുകൂലിച്ചും ആരൊക്കെയാണ് ഇതിനെ പ്രതികൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ വരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ. കുട്ടികളൊക്കെ വ്യായാമം ചെയ്തിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ച് വളരട്ടെ. പഠിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ ശാരീരികപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെയൊക്കെ എല്ലാ വളർച്ചയും നടക്കുന്നത് സ്കൂളിൽ വെച്ച് തന്നെയാണ്. ചുറ്റുപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ പ്രകൃതിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് സ്കൂളിൽ നിന്നും കിട്ടിയിരിക്കണം. കാരണം കുട്ടികളൊക്കെ പഴയ കാലത്തെ പോലെ നല്ല പ്രകൃതിയുമായിട്ട് ബന്ധമില്ല, ഒന്നുമായിട്ടും ആളുകളുമായിട്ടും ബന്ധമില്ല. ഈ ഒരു ഫോണുമായിട്ടുള്ള ബന്ധം മാത്രമാണ് കുട്ടികൾക്കുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കുട്ടികളൊന്ന് രക്ഷപ്പെട്ടു വരട്ടെ. കുട്ടികൾക്കൊക്കെ നല്ല ഒരു ജീവിതാന്തരീക്ഷം, അതുപോലെ തന്നെ നല്ലൊരു സ്കൂൾ വിദ്യാഭ്യാസം, അതിലൂടെ ശാരീരികപരമായിട്ടുള്ള വളർച്ച, അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയും ഉണ്ടാവട്ടെ.